തിരുവനന്തപുരത്ത് നടന്ന ഈശ്വരാംബ വാരാഘോഷം സമാപിച്ചു. ശ്രീ സത്യസായി സേവാ സംഘടന തിരുവനന്തപുരത്തിന്റെ നേതൃത്വത്തിൽ ഇടപ്പഴിഞ്ഞി സിറ്റി സമിതി ഹാളിലാണ് പരിപാടികൾ സമാപിച്ചത്. സമാപന സമ്മേളനത്തിൽ റിട്ടയർഡ് ജില്ലാ ജഡ്ജ് SS വാസൻ മുഖ്യ അതിഥിയായി. തീർച്ചയായും ഒരു നല്ല ചടങ്ങാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ച എൻ്റെ ഭാരവാഹികൾക്കും അഡ്വക്കേറ്റ് ശ്രീ രാജാപ്രതാപിന് പ്രത്യേകമായും ഞാൻ നന്ദി പറയുന്നു. ഇവിടെ ഞാൻ മിക്കവാറും ദിവസങ്ങളിലെ ഭജനയ്ക്കും മറ്റും വരാറുണ്ട്, മറ്റു പല ചടങ്ങുകൾക്കും വരാറുണ്ട്. അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു ഊർജവും ഒരു സന്തോഷവും നമുക്ക് പൊതുവെ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു മറ്റുള്ളവരോട് നമുക്കൊരു സന്തോഷമുണ്ട് എന്ന് പറയാം എന്നല്ലാതെ, അല്ലെങ്കിൽ ആനന്ദം ഉണ്ട് എന്ന് പറയാം എന്നല്ലാതെ ആനന്ദത്തിൻ്റെ അളവിനെക്കുറിച്ചോ അതിൻ്റെ നമ്മൾ ടെമ്പറേച്ചർ അളക്കുന്നത് പോലെ സന്തോഷം കുറഞ്ഞു, സന്തോഷം കൂടി എന്നൊക്കെ നമുക്ക് അത് എത്രത്തോളം കുറഞ്ഞെന്നോ എത്രത്തോളം കൂടിയെന്നോ എത്രത്തോളം വിഷമമുണ്ടെന്നോ അല്ലെങ്കിൽ എത്രത്തോളം ആഹ്ലാദമുണ്ടെന്നോ ഒന്നും നമുക്ക് മറ്റൊരാളിനോട് പറഞ്ഞ് ധരിപ്പിക്കാൻ സാധ്യമല്ല. അതൊരു ഉള്ളിലെ ഒരു വികാരമാണ്. ഇവിടെ വരുമ്പോഴും അല്ലാതെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴും അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജം എന്ന് തന്നെ വേണം പറയാൻ. എനർജി ലെവല് നമ്മുടെ ഉയരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ ഞാനും ഇതിന് വരുന്നതും പങ്കെടുക്കുന്നതും. ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ ചിലപ്പോൾ ഇതുപോലെ ചെറിയ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതും. കേരള സർവകലാശാല സെന്റർ ഫോർ പെർഫോമിംഗ് ആൻഡ് വിഷ്വൽ ആർട്സ് മുൻ ഡയറക്ടർ ഡോക്ടർ രാജാ വാര്യർ മുഖ്യ പ്രഭാഷണം നടത്തി. അതിജീവനത്തിന് വേണ്ടി മനുഷ്യർ എന്തും ചെയ്യാൻ സഹജീവി വർത്തിത്വം എന്ന് പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്ന, പൈശാചികമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ ജനങ്ങളുടെ കൂട്ടായ്മ നിറഞ്ഞ സമൂഹമാണ് ഇന്ന് ലോകത്തുള്ളതെന്ന് പറയാൻ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്തരം സഹജീവി വർത്തിത്വത്തിൻ്റെ ഭാഗമാണ്, സഹനത്തിൻ്റെ ഭാഗമാണ് കൂട്ടായ്മകൾ എന്ന് പറയുന്നത്. കൂട്ടായ്മകളുടെ ശക്തിയും ചൈതന്യവും അത് തന്നെയാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു കൂട്ടായ്മ, പ്രത്യേകിച്ചും അത് ഈ ഭക്തിയുമായി ബന്ധപ്പെട്ടിട്ട് ഈശ്വരനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സത്സംഗമാകുമ്പോൾ അതിന് മാധുര്യമേറുന്നു, അർത്ഥവ്യാപ്തി കൂടുന്നു. അങ്ങനെ മുമ്പേ നടന്നവർ പിന്നെ പിറകെ വരുന്നവരെ, നാളെ ജ്വലിച്ചു നിൽക്കേണ്ട നക്ഷത്രങ്ങളായി മാറേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾക്ക് ബോധനം ചെലുത്തുന്നതിന് വേണ്ടി നേർദിശയിലേക്ക് വഴി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതിലവർ സമ്മാനാർഹിതരായി മുമ്പിലിരിക്കുന്നു. ഒട്ടേറെ പേർ സമ്മാനം വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി ഏതാനും സമ്മാനങ്ങൾ കൂടിയേ വാങ്ങിക്കാനുള്ളൂ. കുട്ടിക്കഥകൾ എടുത്തു നോക്കൂ. പറക്കുന്ന കുതിര, അല്ലേ? പറക്കുന്ന കുതിര, അങ്ങനെയൊക്കെ സങ്കല്പിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ കൂടുതൽ ശാസ്ത്രം പഠിച്ചു കഴിയുമ്പോൾ ആ സ്പീഷീസ് എവിടെയാണുള്ളത് ലോകത്ത്? കുതിരയ്ക്ക് എങ്ങനെ പറക്കാൻ പറ്റും, ആനയ്ക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ മനുഷ്യരെ പോലെ വർത്തമാനം പറയാം. കുട്ടിക്കഥകൾ എടുത്തു നോക്കൂ. ആകാശത്തിൻ്റെ വെള്ളിമേഘങ്ങൾക്കും ഉയരത്തിലുള്ള കൊട്ടകൊത്തണങ്ങൾ സങ്കല്പനം ചെയ്യാൻ കഴിയുന്നവരാണ് കുഞ്ഞുങ്ങൾ. നീല ജലാശയത്തിൻ്റെ അടിത്തട്ടിലെ പവിഴപ്പുറ്റുകൊണ്ടുള്ള കൊട്ടാരത്തിലെ നിത്യസന്ദർശകരാണ് ഈ കുട്ടികൾ. നിത്യസന്ദർശകരാണവർ. നെയ്യാറ്റിങ്കര സമിതി അംഗം കുമാരി അഭിരാമി JS അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിറ്റി സമിതി അംഗം കുമാരി പ്രാർത്ഥന സായി, നേമം സമിതി അംഗം കുമാരി ആദിത്യ പ്രേം തുടങ്ങിയവർ നേതൃത്വം നൽകി. തലസ്ഥാന വാർത്തകൾ, തിരുവനന്തപുരം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. Arabian Fashion Jewelry, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.